നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, യൂട്യൂബ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ക്യാൻവ. പക്ഷേ ഇതിൽ മിക്ക ടെംപ്ലേറ്റ്സുകളും നമുക്ക് പെയ്ഡാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും, ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. പക്ഷേ അതിൽ മിക്കതും പെയ്ഡാണ്. നമുക്കെപ്പോഴും ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ഇതേ സെയിം യൂസുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. ആ ആപ്ലിക്കേഷൻ്റെ പേരാണ് വിസ്റ്റ ക്രിയേറ്റ് ഗ്രാഫിക് ലോഗോ മേക്കർ എന്ന് പറയുന്നത്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോവുക, വിസ്റ്റ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അവിടെ നമുക്ക് ഒട്ടനവധി ടെംപ്ലേറ്റ്സ് കാണാൻ സാധിക്കും. ക്യാൻവയിലുള്ളതിനെ കഴിഞ്ഞ് കൂടുതൽ ടെംപ്ലേറ്റ്സ് ഇവിടെയുണ്ട്. അതുപോരാതെ നമുക്കിത് എല്ലാം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടാക്കാനായി, ഫേസ്ബുക്ക് കവർ ഉണ്ടാക്കാൻ വേണ്ടിയേ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഇപ്പം നമുക്കൊരു യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സെക്ഷനിലേക്ക് പോവുക. ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒട്ടനവധി ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണോ വേണ്ടത് നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് എഡിറ്റിംഗ് ഓപ്ഷനിലേക്ക് പോകുന്നത് കാണാം. ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഈ ലെറ്റേഴ്സ് ഇവിടുന്ന് മാറ്റി മറ്റെന്തെങ്കിലുമാണ് വേണ്ടതെങ്കിൽ നമ്മളതിലൊന്ന് പ്രസ് ചെയ്യുന്നു. നമുക്ക് എന്താണ് വേണ്ടത് നമ്മളവിടെ എഴുതി ചേർക്കുക. അപ്പോൾ അതവിടുന്ന് മാറി. ഇനി നമുക്ക് ആ കളറല്ല വേണ്ടതെങ്കിൽ നമ്മൾക്ക് എവിടെയാണോ കളർ മാറ്റേണ്ടത് അവിടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് താഴെ കളർ ബാർ വരും. അതിൽ ഏത് കളറാണോ വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്ന ഫോട്ടോ മാറ്റി മറ്റൊരു ഫോട്ടോ വെക്കണമെങ്കിൽ ആ ഫോട്ടോയിലൊന്ന് പ്രസ് ചെയ്യുക. ഏറ്റവും ആദ്യമായിട്ട് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതൊന്ന് സെലക്ട് ചെയ്യുക. റീപ്ലേസ് സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ തന്നെ കുറച്ച് ഫോട്ടോസ് വരും. ഇനി അതല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോസാണ് വേണ്ടെങ്കിൽ അപ്ലോഡ് കൊടുക്കുക. അവിടെ ഗ്യാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗ്യാലറിയിലേക്ക് പോകുകയും അവിടെയുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടത് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ടെംപ്ലേറ്റ്സിലേക്ക് അപ്ലോഡ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഫോട്ടോ ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത ശേഷം വെളിയിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇത് സേവ് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ മുകളിലൊരു ആരോയുടെ സിമ്പിളുണ്ട്. അതൊന്ന് പ്രസ് ചെയ്യുക. അവിടെ നമുക്ക് 5 ഫോർമാറ്റ് കാണാം. അതിൽ ഏത് ഫോർമാറ്റിലാണ് നമുക്കിത് സേവ് ചെയ്യേണ്ടത് ആ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ JPG ആയിട്ട് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിത് ഡൗൺലോഡ് ആകുന്നത് കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് ആകുന്നത് നമ്മുടെ ഗ്യാലറിയിലേക്ക് വരുന്നതായിരിക്കും. ഡൗൺലോഡ് കൊടുക്കുക. നമ്മുടെ ഗ്യാലറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.